എല്ലാവരും മെഡിറ്റേഷനും ഇതൊക്കെ എടുക്കും. ഞാൻ നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്നില്ല. യോഗ അത് ശരീരം ആരോഗ്യത്തിന് നല്ലതാ. വ്യായാമങ്ങൾ, യോഗകൾ ആരോഗ്യത്തിനാണ് നല്ലത്, ദൈവത്തിലേക്കല്ല. ആ പേരിലാണ് ആളുകൾ ആകർഷിച്ച് കുറെ യോഗ അഭ്യാസമൊക്കെ ഇട്ടുണ്ട്. നീ ആ കൂട്ടത്തില ആളുകൾ നടക്കുന്നത്. നമുക്ക് ആ അഭ്യാസം പോസ്റ്റുകളൊന്നുമില്ല. നമ്മൾക്ക് നിങ്ങളാ യാതൊക്കെ പ്രൊഫഷനാകും. നിങ്ങൾ എന്ന ശരീരം ഉപകരണം, നിങ്ങൾ ഉപകരണം, നമ്മളെ ഉപകരണമാണ് ശരീരം. അതെ പ്രപഞ്ചനാഥന്റെ ആ പരമാത്മാവായ ഈശ്വരന്റെ പരമാത്മാവിന്റെ പ്രവർത്തന ഉപകരണമാണ്. സകലമാണ് പ്രപഞ്ചം, സകലമാണ് മനുഷ്യൻ. ഈ ഉപകരണത്തെ എല്ലാം സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൽ തന്നെ പ്രവേശിച്ചുകൊണ്ട് ഇതിലെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി പരിപാലിച്ച് സംരക്ഷിച്ച് പോരുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥനാണ്, സൃഷ്ടാവാണ്. ഇതിലൂടെ എല്ലാം പ്രവർത്തിച്ചു പോരുന്നത് ദൈവമാണ്, ഈശ്വരനാണ്, ബാഹുവാണ്. അവന്റെ സ്വരൂപം അവൻ്റെതാണ്, പ്രവൃത്തിയും അവൻ്റെതാണ്. അദൃശ്യനായിരുന്നില്ല അവൻ. ആദ്യ പ്രകാശമായി അതിലെ രൂപാന്തരപ്പെട്ട് എല്ലാ സ്വരൂപമായി വന്നതും അവനല്ലേ, അവന്റെ സ്വരൂപമല്ലേ. ഇതിൽ പ്രവേശിച്ചുകൊണ്ട് നിലന്ന് ഇതിലൂടെ എല്ലാം സൃഷ്ടിക്കുകയും നിലന്ന് പ്രവർത്തിച്ചു പോരുകയും വീണ്ടും ഇതിലൂടെ ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും ആ പരമാത്മാവായ ഈശ്വരനാണ്. വിമാനത്തെ ഉണ്ടാക്കിയ ആരാ? പ്രപഞ്ചനാഥൻ. പ്രപഞ്ചനാഥൻ മനുഷ്യനിലൂടെ അല്ലാതെ സൃഷ്ടിച്ചത്. അവൻ പക്ഷികളെ ഉണ്ടാക്കി, പറക്കുന്ന പക്ഷികളെ സൃഷ്ടിച്ചു, പക്ഷികൾ പറക്കുന്നു. പിന്നെ അവൻ മത്സ്യങ്ങളെ ഉണ്ടാക്കി വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നു. പിന്നെ അവൻ ഇവിടെ ഭൂമിയിൽ യാത്ര ചെയ്യാൻ ഒട്ടകങ്ങൾ, മധുഭൂമിയിലാണ് ഒട്ടകം, അല്ലെങ്കിൽ പോത്ത്, കുതിര, കഴുത, ഇതല്ലേ വാഹനം. അവൻ മനുഷ്യ സ്വരൂപത്തിൽ വന്നിട്ട് സൃഷ്ടിച്ച സൃഷ്ടി അത്ഭുതകരമാണ്. അവൻ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനപ്പറവകളെ വിമാനം എന്ന പേരിൽ ഉണ്ടാക്കി അനവധി ടന്നുകളും ചരക്കുകളും മനുഷ്യരെ കയറ്റിക്കൊണ്ടുപോകാൻ. അത് മറ്റേ പ്രപഞ്ച ദൈവത്തിന് കയ്യിലാണ്. ദൃശ്യമായി വന്ന ഈ ദൈവമാണ് വിമാനപ്പക്ഷികളെ സൃഷ്ടിച്ചു, അല്ലേ? എല്ലാം കൊണ്ടുപോകും. മത്സ്യങ്ങളില് അനവധി ചരക്കുകളും മനുഷ്യരെയും കയറ്റിക്കൊണ്ടുപോകാൻ കപ്പൽ മത്സ്യങ്ങളെ ഉണ്ടാക്കി, മുങ്ങിക്കപ്പൽ മത്സ്യങ്ങളെ ഉണ്ടാക്കി. ആരാണെന്നൊക്കെ നീയല്ല, ഈ ദൈവമല്ലേ ഉണ്ടാക്കിയത്, അല്ലേ? കപ്പൽ മത്സ്യങ്ങളെ ഉണ്ടാക്കി, ആകാശ പർവ്വത വിമാന പക്ഷികളെ ഉണ്ടാക്കി. മറ്റേ ഭൂമിയിലൂടെ കുതിരയും കഴുതിയും പോകുന്ന എത്ര ആയിരം ഇരട്ടിയും സ്പീഡിലോടുന്ന ട്രെയിനും എല്ലാം, കാറും ബൈക്കും എല്ലാ ബുള്ളറ്റ് ട്രെയിനും എല്ലാം ഉണ്ടാക്കി. ഏതെല്ലാം, ഏത് ഈശ്വരനാണ്? ഈ ഈശ്വരനാണ്. അങ്ങനെ ഇനി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഈശ്വരനാണ്. ഈശ്വര സ്വരൂപമാണ്, സ്വരൂപത്തിലൂടെ പ്രവർത്തിക്കുന്ന ഈശ്വരനാണ്, ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കും. പിന്നെ നിങ്ങൾ ഏത് സങ്കല്പ നിഗമനവും ഒക്കെയായ ഈ പൊട്ടത്തരം പറഞ്ഞ ഊഹങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് ഈ മനുഷ്യരെ അതിന്റെ പിന്നാലെ പറ്റി എന്തെങ്കിലും പറഞ്ഞ ആളെ പിന്നെ ഭയങ്കരാന്ന് പറഞ്ഞിട്ട് അയാളെ കൂടെ വട്ടം കറങ്ങുന്ന പണിയാണ് ആ ഗുരുവിന്റെ കൂടെ.